ഹലോ. ഇവിടെ കുറച്ച് മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഓയിൽ പോയി നമുക്ക് ചിക്കനൊക്കെ മേടിച്ചിട്ട് വരാം. നമുക്ക് കടയിൽ പോയിട്ട് ചിക്കന് പറഞ്ഞിട്ട് മിക്കൂൻ്റെ മുടി വെട്ടാനൊന്ന് പോകണം കേട്ടോ. മിക്കൂട്ടിന് 2 വയസ്സുള്ളപ്പോൾ മുതലേ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് അവൻ്റെ മുടി വെട്ടുന്നത്. അവന് ഇവിടെ വന്ന് വെട്ടുന്നതാണ് അവനൊരു കംഫർട്ടബിൾ. അപ്പം മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോയി ചിക്കനൊക്കെ മേടിക്കണം. ചിക്കനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ചിക്കൻ കടയിൽ പോയി നിന്ന് ചിക്കൻ മേടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പോയി പറഞ്ഞിട്ട് ബില്ലും കൊടുത്തിട്ട് വരും. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കനോട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇനി പോയി ചിക്കനൊക്കെ മേടിച്ച് വേഗം പോയി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പം പെട്ടെന്നൊരു 10-12 മണിയാകുമ്പോൾ ഇറങ്ങണം എന്നാണ് ഞങ്ങളുടെ ഒരു മനസ്സിൽ. പക്ഷേ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് വേഗം ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. ചിക്കനൊക്കെ മേടിച്ച് ഞാൻ പപ്പയുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പയാണ് ചിക്കൻ ക്ലീൻ ചെയ്യുന്നത്. ആ സമയത്തേക്ക് നമുക്ക് അരിയൊന്നും കഴുകി നന്നായിട്ട് 3-4 വെള്ളത്തിൽ കഴുകി ഒന്ന് കുതിർക്കാൻ വെച്ചേക്കാം. ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കയറും. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എന്തിനാണോ എന്തോ ഈ ചെറിയ പാത്രത്തിൽ ഇത്രയും അരി എടുത്തിട്ട് കഴുകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വേറൊരു വലിയൊരു പാത്രം എടുത്ത് നന്നായിട്ട് അരി കഴുകിയിട്ട് തിരിച്ച് ആ വെള്ള ബൗളിലേക്ക് തന്നെ അരി ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം കാണിക്കുമ്പോൾ നമുക്കൊരു ലുക്ക് വേണമല്ലോ. പിന്നെ പെട്ടെന്ന് സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് മാത്രം മതി. വെളിയിൽ നിന്നൊന്നും അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ക്യാപ്സിക്കം ഇതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാപ്സിക്കം വാങ്ങിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ക്യാപ്സിക്കം ഇഷ്ടമല്ലെന്ന് വെച്ചാൽ നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, അതിനകത്ത് ഈ ക്യാപ്സിക്കം ഇടത്തില്ലേ, അതിൻ്റെ ടേസ്റ്റൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നമ്മളെ ചിക്കൻ ഫ്രൈഡ് റൈസിൽ ഇതൊരു മെയിൻ ഘടകമാണല്ലോ. അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചു, ഒരെണ്ണമല്ല 1-2 വാങ്ങിച്ചു, കട്ട് ചെയ്ത് ശരിയാക്കി വെക്കാൻ കരുതി. നല്ല രസമാണ് ഇത്. കട്ട് ചെയ്യുന്ന കാണാൻ നല്ല രസമാണ്, പക്ഷെ കട്ട് ചെയ്യാൻ അത്ര സുഖമുള്ളതല്ല. ക്യാരറ്റൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിനകത്ത് ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ സോയാ സോസ്, ഉപ്പ് ഇത്രയും കൂട്ട് ഇളക്കി വെക്കാം കേട്ടോ. സത്യത്തിൽ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനിട്ടു, എനിക്ക് എന്നാലേ ഒരു തൃപ്തി വരത്തുള്ളൂ. ഈ ഗാർലിക്കും സോയാ സോസും മാത്രം ഒഴിക്കുമ്പോൾ ചിക്കൻ കാണാൻ ലുക്കില്ലെന്നേ. ഇതാകുമ്പോൾ നല്ല ചുമന്ന് അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ. ഇനി നമുക്ക് ഒരു ബിരിയാണി ചെമ്പ് വെക്കണം. ബിരിയാണി ചെമ്പല്ല, എനിക്ക് ബിരിയാണി ചെമ്പ് ഇല്ല കേട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ബിരിയാണി ഒരു ഇതുണ്ടല്ലോ പാൻ, അത് മേടിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ അത് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഉരുളിയിലേക്ക് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ആ ഗ്രീൻ പീസ് വേവിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. ആ ഇടയ്ക്ക് അത് ചവയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതിലേക്ക് പെട്ടെന്ന് വേവാനായിട്ടുള്ള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ചോറ് വേവിക്കാൻ വെച്ചിരുന്നു, അതൊരു 80% വേവ് മതി, ഒരുപാട് വെന്ത് പോകരുത്. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരി ഊറ്റി ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഈ മിക്സിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ വേവിച്ച ചോറ് എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഉച്ചക്കലത്തേക്ക് മാത്രം ആവശ്യമായ ചോറാണ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ശേഷം ഒരു ഷോപ്പിംഗ് ഉണ്ടെന്ന്, അപ്പം എപ്പോഴാണ് തിരിച്ചു വരാമെന്ന് അറിയത്തില്ല. അതുമല്ല ഇതൊക്കെ ചൂടോടെ കഴിച്ചെങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുൾ ചോറ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി 2-3 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച്, വേണമെങ്കിൽ കെച്ചപ്പ് ആഡ് ചെയ്യാം. കെച്ചപ്പ് ആഡ് ചെയ്യുന്നത് ടേസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ആവി കയറ്റുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ഒരു പ്ലേറ്റ് എടുക്കുക, കുറച്ച് ചോറ് ഇടുക, ഒരു പപ്പടം വയ്ക്കുക, നന്നായിട്ട് കഴിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.